അപ്പോൾ ഗൈസ് ഞങ്ങൾ കക്കാടംപുഴയ്ക്ക് പോകണം. വൈകുന്നേരം ഐസ്ക്രീം വാങ്ങിയിരുന്നു. അപ്പോൾ കുറേ കാഴ്ചകൾ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ അടുത്തൊരു വേറെ ഐസ്ക്രീം നടും. കളർഫുൾ ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാ ഐസ്ക്രീമും. രണ്ടാം പാർട്ട് ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വീടിൻ്റെ രണ്ടാം പാർട്ടാണ് ഇപ്പോൾ കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നല്ല ഭംഗിയുള്ള മരങ്ങളും കൊക്കത്തോട്ടങ്ങളും പിന്നെ അങ്ങനെ കുറേ നല്ല നല്ല സംഭവങ്ങളുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ കള്ളിപ്പാറ വഴി കക്കാടംപുഴയ്ക്ക് പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ നിങ്ങളും കൂടി കാണിക്കാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി ഇതൊന്ന് പിന്നെ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഒന്ന് ഇറങ്ങി നിങ്ങളോടും കാണിക്കാൻ കരുതിയപ്പോൾ ഒന്ന് ഇറങ്ങി വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതൊരു ഇതാണ്. അപ്പോൾ ഗൈസ് എനിക്ക് പ്രകൃതി ഭംഗി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊരു ചുരം പോലെയാണ്. എനിക്ക് പ്രകൃതി ഭംഗി പറഞ്ഞൊരു ജീവനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഗൈസ് ആ മലൻ്റെ ആ വലിയ പാർക്കുണ്ട്. അവിടെ നിന്നൊക്കെ ഞങ്ങൾ പോകുന്നു. ഇവിടെ വീട്ടിൽ കാണിച്ചിട്ടുള്ള ഭയങ്കര നല്ല ഭംഗിയാണ്. നല്ല വ്യൂ ആണ്. ഇവിടെ ഞാൻ പണ്ട് വന്നപ്പോൾ കുറേ പുല്ലുണ്ടായിരുന്നു. പണ്ട് വന്നപ്പോൾ കുറേ പുല്ലുകളുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പം അതൊക്കെ ഉണങ്ങിപ്പോയിക്കണ്. ഫുള്ളെല്ലാതും ഉണങ്ങിപ്പോയിക്കണം. ഈ കക്കാടംപുഴയിൽ പോയാലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല പ്രകൃതി ഭംഗിയാണുള്ളത്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ കാട് മൂടിക്കിടക്കുന്ന പ്രദേശം നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണുള്ളത്. കാരണം അത്രയും ഭംഗിയാണ്. പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിൽ അരുവികളും തെളിഞ്ഞ അരുവികൾ അത്രയും ഭംഗിയാണ്. ഇപ്പോൾ വേനൽക്കാലം ആയാലും ആയില്ലെങ്കിലും എത്ര ഒരു വേനലും അത് മഴയും എന്ത് വന്നാലും നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. പ്രത്യേകിച്ച് മഴക്കാലത്ത് കോട അങ്ങനെ മൂടിക്കിടക്കും കേട്ടോ. പിന്നെ ഞാനൊരു ചെറിയ അരുവിയിൽ കാലിട്ടോ. മീനുകളെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കട്ടോ. ഞാൻ വെറുതെ കാലിട്ടതാണ്. എനിക്കറിയില്ല, മീനുകളൊന്നും വന്നിട്ടില്ല. ഞാൻ എവിടെ കാലിക്കണ ആ സ്പോട്ടിലോട്ട് മാറിപ്പോവാണ് മീനുകൾ. വെറുതെ കാലിട്ട് എനിക്ക് വിഷമം വരുന്നുണ്ട്. ഞാൻ മീനുകളെ കൊണ്ട് മസാജ് ചെയ്യിപ്പിച്ച ആ ഒരു മൈൻഡിൽ പോയതായിരുന്നു. പക്ഷെ ഞാൻ കാല് എടുത്തിട്ട് വെച്ചതും മീനുകളെ ഏതോ വഴിക്ക് പോയി. മീനുകളുള്ള സ്ഥലത്ത് ഒന്നുകൂടി കാലിട്ട് വെച്ചതും മീനുകളെ ഏതോ വഴിക്ക് പോയി. ഞാൻ വെറുതെ മൂഞ്ചി പറഞ്ഞാൽ മീനുകളെന്നെ മൂഞ്ചിപ്പിച്ചു. മീനുകളൊന്നും വന്നില്ല. കുറേ നേരം നിന്ന് നോക്കി, മീനുകളൊന്നും വന്നില്ല. വെറുതെ കാലിട്ട് മൂഞ്ചിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് ഇരിക്കാതെ നിന്ന് നോക്കി. എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിട്ട് നുണപ്പിച്ചിട്ട് പോവുക കുരുത്തം കെട്ട മീനുകൾ. പിന്നെ ഞാൻ നിന്ന് നോക്കിട്ടോ. പിന്നെ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ വെള്ളം ഒന്ന് ഇതാക്കി നോക്കിട്ടോ. ഇങ്ങനെ കോരി അങ്ങനെ നല്ല പറയും എനിക്കല്ല കേട്ടോ. കോരി ഇങ്ങനെ ഇതാക്കി നോക്കി. അപ്പോൾ മീനുകളൊക്കെ ഏതോ വൈക്ക് പോയി. നല്ല രസമുണ്ട് കേട്ടോ മീനുകളെ കാണാൻ. ഓറഞ്ച് കളറുള്ള മീനുകളൊക്കെ ഉണ്ട്. ഒരു ഓറഞ്ചും ബ്ലാക്കും കളറുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്തൊക്കെയാണ് സ്വർണ്ണം കളർ പോലെ എന്തോ ഉണ്ടായിരുന്നു അവിടെ. ഒരു പേപ്പറായിരുന്നു സത്യത്തിൽ കേട്ടോ. പക്ഷേ ഞാൻ സ്വർണ്ണം എഴുതി എടുത്ത് നോക്കിയപ്പോഴത്തെ ഒരു പേപ്പർ കഷ്ണം. പിന്നെ ഞാൻ വല്ല ഷോവൊക്കെ കാണിച്ച് ഞാൻ നടന്ന് ഞാനിത് ഷോർട്ട് വീഡിയോ ആക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ വലിയ ആളെപ്പോലെയൊക്കെ നടന്ന് ഷോവൊക്കെ കാണിച്ച് ഒക്കെ നടന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല അരുവി കാണുന്നത് ഭംഗിയാണ്. ആ ബാക്കിലുള്ള അരുവി. പിന്നെ ഞങ്ങൾ കുറേ മലകൾ നിരന്നിരിക്കണ ഒരു സ്പോട്ട് കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് കുറേ ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഒരു മിനി വ്ളോഗ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക.